പ്രാരംഭമായി നമുക്ക് ദൈവവചന ചിന്തകളെ ധ്യാനിച്ചുകൊണ്ടും വിഷയം കൂടി പ്രാർത്ഥിപ്പാൻ ഇടയാക്കി എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചിന്തയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് സംസാരിപ്പാൻ മതിയായവനായ കർത്താവാണ്. നമുക്ക് ആവശ്യമായ ദൈവവചനം നൽകി തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുന്നതാക്കി തീർക്കാൻ കർത്താവ് കൃപ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാം. നമ്മള് ചിന്തിച്ച വേദഭാഗങ്ങളും കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. കർത്താദാസൻ അത് വളരെ നന്നായി അതിനെ കൺക്ലൂഡ് ചെയ്ത് പറയുവാൻ ദൈവം കൃപ ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ ദൈവമക്കളോട് പറഞ്ഞു വരികയാണ്, അവർക്ക് അവരെ പ്രബോധിപ്പിച്ച് വരികയാണ്. അതായത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മൾ ജീവിച്ചിരുന്നാലും നമ്മൾ നിദ്ര പ്രാപിച്ചാലും ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും നമ്മൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ അത്രേ നമ്മളെ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ, 1 തെസ്സലോനിക്കർ 5:11 ഞാനിപ്പോ വായിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മിക വർധന വരുത്തിയും പൊരുവി. അപ്പം അതുകൊണ്ട് നിങ്ങൾ അപ്പോസ്തലന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ ആ വീണ്ടെടുപ്പിനായിട്ട്, ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി നമ്മുടെ ആത്മാവിനെ രക്ഷിച്ച് നിയമിച്ചിരിക്കുകയാണ്. ഇനിയും ദൈവകോപം നമ്മുടെ മേൽ വരുമെന്നുള്ള ഭയം ആർക്കും ഉണ്ടാകേണ്ട കാര്യം ഇല്ല. ഞാൻ ആവർത്തിച്ചു, നമ്മൾ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ചിന്തിച്ച പോലെ ദൈവകോപം മാറിപ്പോയിട്ടില്ല, നമ്മളിൽ നിന്നാ മാറിപ്പോയിരിക്കുന്നത്. എല്ലാവരും ദൈവകോപം നമ്മളിൽ നീങ്ങിപ്പോയിരിക്കുന്നു. നമ്മൾ ഇനിയും ശിക്ഷാവിധിയിൽ അകപ്പെടത്തില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇനിയും അതുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ, നമ്മള് ഏത് രീതിയിലാണ് സുബോധമുള്ളവരായിരിക്കട്ടെ, ദൈവത്തിന് പ്രസാദം എന്തെന്ന് പരിശോധിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അത് കാരണം എന്താ അങ്ങനെ ഉറപ്പായി പറയുന്നത്, ദൈവകോപം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കും. ദൈവം നമ്മളെ ശിക്ഷാവിധിക്കായിട്ടല്ല നിയമിച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഒരു കണ്ടംനേഷൻ നമുക്കില്ല, മറിച്ച് നമ്മളെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിയമിച്ചിരിക്കുക. നമ്മളുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മളെ രക്ഷിച്ച കർത്താവിന് പ്രസാദം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിന് ഹിതമായ ജീവൻ നയിപ്പാനാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരോട് പറയുന്നു, അവരുടെ മനസ്സിലെ ഭാരം നീങ്ങിപ്പോവാൻ, സംശയം മാറിപ്പോവാൻ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. whether we are dead or alive, when he returns we can live with him forever. നമ്മൾ ജീവിച്ചിരുന്നാലും നിദ്ര പ്രാപിച്ചാലും ഉറങ്ങിയാലും ഉണർന്നാലും, നമ്മുടെ വേർഷനിൽ അങ്ങനെ എഴുതി, ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോടുകൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ചു തമ്മിൽ ആത്മീകരണ വരുത്തിയും ഒരുവി. സോ എൻകറേജ് ഈച്ച് അതർ ആൻഡ് ബിൽഡ് ഈച്ച് അതർ അപ്പ്. നിങ്ങൾ തമ്മിൽ ധൈര്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ പണിയാൻ തക്കവണ്ണം ധൈര്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്തു വരുന്നതാണ്. അങ്ങനെ ചെയ്തു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടായത്. പരസ്പരം ആത്മീയവർദ്ധന വരുത്തി ക്രിസ്തീയ ജീവിതം പടുത്തി ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരിൽ ചില പ്രിയപ്പെട്ടവർ നിദ്ര കൊണ്ടത്. അപ്പോഴാണ് അവരുടെ മനസ്സ് പെട്ടെന്ന് അങ്ങ് ഡിസ്കറേജ്ഡ് ആയിപ്പോയി, അവർക്ക് അധൈര്യമുണ്ടായി, അവരൊക്കെ ക്ഷീണിച്ചു പോയി. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്, കർത്താവ് ഞങ്ങളുടെ കാലയളവിൽ വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇനിയിപ്പം നിദ്ര കൊണ്ടവരെ എങ്ങനെയാണ് കർത്താവ് തന്നോടുകൂടെ ചേർക്കുന്നത്? അങ്ങനെ അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇനി സംശയമൊന്നും മനസ്സിൽ വേണ്ട, തമ്മിൽ എൻകറേജ് ചെയ്തോ, നിങ്ങൾ തമ്മിൽ നിങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിതെടുക്കുന്നവരായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ അവർക്ക് ആഹ്വാനം കൊടുക്കുകയാണ്. അപ്പം ഇത് ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശമാണ്. അതുകൊണ്ട് അപ്പോസ്തലന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു എപ്പോൾ മടങ്ങി വന്നാലും നാം ലജ്ജിതരായി തീരാനിടയാകാതെ ഉത്തമമായ ഒരു ജീവിത രീതി പിന്തുടരണം. ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, വേറൊന്നുമല്ല. അദ്ദേഹം ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. എപ്പോഴെന്നുള്ളത് അറിയാത്തത് കൊണ്ട് നമ്മുടെ കർത്താവായ യേശു എപ്പോൾ മടങ്ങി വന്നാലും, ഏത് സമയത്ത്, ഏത് വർഷത്തിൽ, ഏത് ദിവസത്തിൽ, നാം നിദ്ര കൊണ്ടതിന് ശേഷമായാലും ഇപ്പോൾ ഉണർന്നിരിക്കുന്ന സമയമായാലും, ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും, ജീവനോടിരുന്നാലും, നാം നിദ്ര കൊണ്ടാലും, നമ്മുടെ ആത്മാവ് ദിവസം ചേർക്കപ്പെട്ടാൽ, എങ്ങനെയായിരുന്നാലും എന്തുവാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ,
നമ്മൾ ഈ ആയുസ്, അതുകൊണ്ട് ഒരു ശരീരത്തിരിക്കുമ്പോൾ നല്ലത് ചെയ്ത് നല്ലതാകലും തീയതാകലും. അപ്പൊ അതനുസരിച്ച് അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ, അവന്റെ ശിക്ഷാവിധിക്ക് മുമ്പിലല്ല, അവന്റെ ന്യായമായി വിധിക്കുന്ന ക്രിസ്തുവിന്റെ. അപ്പൊ ഇത് നമ്മുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. ഇത് നമുക്ക് തന്നിരിക്കുന്ന സുവർണ അവസരമാണ്. എല്ലാരും പറയും ഇത് ആസ്വദിക്കാനുള്ള സുവർണ അവസരമാ. ഇത് ലോകത്തിന്റെ പ്ലഷേഴ്സ്, ഇവിടുന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുവെല്ലാം കിട്ടുമോ, ഇപ്പം വേണമെന്നൊക്കെ പറയും. പക്ഷെ കർത്താവ് പറയും, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ഏറ്റവും സുവർണ അവസരം ഈ നിങ്ങളെ തെരഞ്ഞെടുത്ത് വെളിച്ചത്തിന്റെ മക്കളാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരമാണ്. എന്തെന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ, എന്തുകൊണ്ടാ നമ്മൾ ഉത്തമമായ ഒരു ജീവിത രീതി പിന്തുടരണ്ടേ? നമ്മുടെ കർത്താവായ യേശു എപ്പോൾ മടങ്ങി വന്നാലും നാം ലജ്ജിതരായി തീരാതിരിപ്പാൻ, അല്ലെങ്കിൽ തീരാനിടയാകാതെ ഉത്തമമായ, എന്താ ഉത്തമമായ ചോദിച്ചാൽ ദൈവത്തിന് പ്രസാദമായ, ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിത രീതി പിന്തുടരണം. ഈ ജീവിത രീതി പിന്തുടരുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അപ്പോസ്തലൻ ഈ ബുദ്ധിയുപദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്നു ചോദിച്ചാൽ വളരെ എന്താ പറയണ്ടേ, ജാഗ്രതയോടെ, തിടുക്കത്തോടെയും പ്രത്യാശയോടെയും, ഭയം കൂടാതെ എന്തായിത്തീരും? ഞങ്ങൾ ശിക്ഷ ദൈവകോപത്തിൽ അകപ്പെടും എന്നുള്ള ഭയമേ നമുക്ക് പാടില്ല. കാരണം നമ്മൾ ഒരിക്കൽ ദൈവകോപത്തിൽ അകപ്പെടത്തില്ല. നമ്മുടെ നിയമനം തന്നെ രക്ഷയ്ക്കായിട്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. ആത്മാവ് വീണ്ടെടുത്തിരിക്കുകയാണ്. ഇനി ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. എന്താ തെളിവ്? എന്താണ് അതിന്റെ അടയാളം? എന്തുവാ? അല്ലെങ്കിൽ അതിന് തന്നിരിക്കുന്ന അച്ചാരം എന്തുവാ? ഗ്യാരണ്ടി എന്തുവാ? പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനത്താൽ നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുക. നമ്മള് റിഡംഷന് വേണ്ടി സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഭയത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെയും അല്ല. പക്ഷേ ഭയം വേണ്ട എന്നുള്ളത് കൊണ്ട് ജാഗ്രത വേണ്ടാന്ന് അർത്ഥമില്ല. അർജൻസി, ഒരു തിടുക്കം വേണ്ടാന്ന് അർത്ഥമില്ല. പിന്നെയോ പ്രതീക്ഷ വെക്കണം. അതായത് പ്രത്യാശ, ആ രക്ഷയുടെ സന്തോഷമൊക്കെ വലിയ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ധരിക്കണം. അപ്പം അത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച സോബർനെസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ സോബർ എന്താ, സുബോധം എന്താന്ന് പറഞ്ഞു. ഞാൻ ഒരു വാക്കൂടെ അന്നേരം പറയണമെന്ന് ആഗ്രഹിച്ചു. ഈ പ്രത്യാശ കൈവിടരുത്. പ്രത്യാശ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ പ്രത്യാശയ്ക്ക് എളുപ്പം മനസ്സിലാകുന്ന ഒരു ചെറിയ നിർവചനം പറയാം. പ്രതീക്ഷയും പ്രത്യാശയും ഏകദേശം അടുപ്പിച്ചു വരുന്ന സാമ്യമുള്ള രണ്ട് വാക്കുകളാണ് എക്സ്പെക്ടേഷനും ഹോപ്പും. അപ്പം നമ്മുടെ ഹോപ്പ് എന്ന് പറയുമ്പോൾ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുമ്പോൾ, hope is not used in the sense of wishful thinking. നമ്മളല്ലേ hope so, hope best, hope. ഈ ലോകത്തിലെല്ലാവരും ഹോപ്പ് എന്നുള്ള വാക്ക് ഒത്തിരി ഉപയോഗിക്കും. നല്ല കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു സെൻസിലല്ല നമ്മൾ ഹോപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണെന്നറിയോ? ബട്ട് in the sense of a confident expectation of God's hand in the future. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഈ വർത്തമാന കാലത്തിൽ നന്നായി ഭവിക്കും. ഐ ഹോപ്പ് സോ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഹോപ്പ് എന്നല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ഒരു വാക്കായിട്ടല്ല ഹോപ്പ് ഒരു ക്രിസ്ത്യാനി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനം പരാമർശിക്കുന്നത്. മറിച്ച് എന്ത് ബോധത്തോടാണെന്നറിയാമോ? ഭാവിയിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടും എന്ന് വെച്ചാൽ, ആ വരുവാൻ പോകുന്ന ഫ്യൂച്ചറിൽ നമുക്ക് കോൺഫിഡന്റ് ആയ, വളരെ ഉറപ്പുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻ, കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ ഓഫ് ഗോഡ്സ് ഹാൻഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരം അത് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്നുള്ള ഉറപ്പുള്ള പ്രതീക്ഷയ്ക്ക് പറയുന്ന പേരാണ് പ്രത്യാശ. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രത്യാശ എന്നത് എന്റെ ഹൃദയത്തിൽ, എന്റെ ഒരു വിഷ്വൽ തിങ്കിങ്, എന്റെ ഹൃദയത്തിൽ എനിക്ക് എല്ലാം അങ്ങനെയാണല്ലോ, നല്ലത് വരട്ടെ, നല്ലത് സംഭവിക്കട്ടെ, ഓക്കെ എന്ന് പറയുന്ന നമ്മുടെ വിഷ്വൽ തിങ്കിങ്ങിനെ അതിനെ സെൻസ് ചെയ്യാൻ, അല്ലെ ആ ഒരു സെൻസിൽ പറയുന്ന വാക്കല്ല പ്രത്യാശ. മറിച്ച് ദൈവം നമുക്ക് വേണ്ടി ഭാവിയിൽ, അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞേ, കാണുന്നതിന് വേണ്ടി നാം ഇനി എന്തിനും പ്രത്യാശിക്കുന്നു, കാണാത്തതിനല്ലോ. അപ്പൊ കാണാത്തതും എന്നാൽ ദൈവം അവിടെ എന്താ പറയണ്ടേ, റിസർവ് ചെയ്തിരിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നതുമായ ഭാവി, അതിൽ ആരുടെ കരമാണ്? ദൈവത്തിന്റെ കരമുണ്ട്. ദൈവം അത് നിവർത്തിക്കുമെന്നുള്ള കേവലം ഒരു എക്സ്പെക്ടേഷൻ അല്ല,
കോൺഫിഡന്റ് ആയ, അതായത് വളരെ ഉറപ്പുള്ള, വളരെ നിശ്ചയമുള്ള പ്രതീക്ഷയ്ക്കാണ് വേദപുസ്തകം ഹോപ്പ് എന്ന് ഉപയോഗിക്കുന്നത്. പ്രത്യാശിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളും. അതായത് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി. അതായിരുന്നല്ലോ അബ്രഹാമിന്റെയൊക്കെ ആ വാക്ക്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി അവർ പ്രത്യാശിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരം അത് കൊണ്ടുവരും, അത് വെളിപ്പെടുത്തും. ദൈവം ഞങ്ങളെ എവിടെ എത്തിക്കും, ദൈവം ഞങ്ങളുടെ അടുത്തേക്ക്, കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് വരും, ഞങ്ങൾ അവന്റെ അടുത്തേക്ക് എത്തും എന്നുള്ള കോൺഫിഡൻസ്, എക്സ്പെക്ടേഷൻ പറയുന്ന പേരാണ് ഹോപ്പ്. അല്ല ലോകക്കാരെല്ലാം കൂടെ ഹോപ്പ് ബെസ്റ്റ് എന്ന് പറയുന്ന ആ ഹോപ്പ് അല്ല ബൈബിള് പറയുന്ന ഹോപ്പ്. ബൈബിള് പറയുന്ന പ്രത്യാശ കേവലം ഒരു പ്രതീക്ഷയല്ല, പിന്നെയോ അത് ഇളക്കമില്ലാത്ത ഉറപ്പുള്ള ദൈവത്തിന്റെ കരത്താൽ നീ വെളിപ്പെടാൻ പോകുന്ന ഭാവിയെ കുറിച്ചുള്ള ഉറപ്പുള്ള പ്രതീക്ഷയ്ക്ക് പറയുന്ന പേരാണ് പ്രത്യാശ അല്ലെങ്കിൽ ഹോപ്പ്. ഇതുകൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ആ വാക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ ദൈവ വചനം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഈ ഭാഗത്തിൽ ചിന്തിച്ചപ്പോൾ നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ, നമ്മൾ പകലിന്റെ മക്കളാ അത് പറഞ്ഞു. അതുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യണം, ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യരുത് എന്നുള്ള ആഹ്വാനം എഫെസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഇപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിലും ആവർത്തിച്ചു പറയുന്നു. അപ്പം ഈ വെളിച്ചത്തിന്റെ മക്കളായി നമ്മളെ തീർന്നതിന്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം എന്നല്ല, ഒരു ദൈവവചന ഭാഗം പറയാൻ കഴിഞ്ഞ ആഴ്ചയും എന്റെ ഹൃദയത്തിലെ ചിന്ത വന്നു, പക്ഷെ അതെനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ അടുത്ത് ഈ പോർഷൻ ഇവിടെ 5-ാം അധ്യായം ഏകദേശം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, നമുക്ക് അറിയാവുന്നതുമാണ്. കർത്താവ് പറഞ്ഞു നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. വെളിച്ചം ഇതെങ്ങനെയാണ് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായത്? ഈ വെളിച്ചം പുറത്ത് എങ്ങനെയാണ്, ഇതെവിടെയാണ് ഈ വെളിച്ചം ഉദിച്ചത്? ഇത് നമുക്ക് നമ്മളെ വെളിച്ചത്തിന്റെ മക്കളെന്ന് ദൈവം അവകാശപ്പെടുകയും നമ്മളും അതിന് അഭിമാനത്തോടെ തന്നെ ആ അവകാശത്തെ, ആ അധികാരത്തെ ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇത്രയധികം, കർത്താവ് ഇത്രയധികം നമ്മളെ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകരുത്, വെളിച്ചത്തിന്റെ പ്രവൃത്തി, ഈ വെളിച്ചത്തിന്റെ പ്രവൃത്തി. അപ്പൊ വെളിച്ചത്തിന്റെ പ്രവൃത്തി പുറത്തുനിന്ന് അകത്തോട്ടാണോ ചെയ്യേണ്ടത്? അകത്ത് ഉണ്ടായ വെളിച്ചത്തിന്റെ പ്രവൃത്തി പുറത്തോട്ടാണോ വരേണ്ടത്? അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണെങ്കിലും എന്റെ ഹൃദയത്തിൽ ദൈവവചന ധ്യാനത്തിൽ ചില നാൾക്ക് മുമ്പ് ചിന്തിച്ചു, വീണ്ടും ആ ചിന്തകൾ വന്നപ്പോൾ ഞാനത് ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷെ എങ്കിലും എനിക്ക് തോന്നി എല്ലാ ലേഖനങ്ങളും ആവർത്തിക്കുന്ന ഭാഗമായതുകൊണ്ട് ഒരു വാക്യം വായിക്കാൻ എന്റെ ഹൃദയത്തിൽ ഒരു ദൈവത്തിന്റെ എന്താണ് ഒരു പ്രേരണ തരുന്നത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലാണ് ഈ വെളിച്ചം എങ്ങനെ അകത്തുദിച്ചു എന്ന് പറയുന്നത്. ഈ വെളിച്ചത്തിന്റെ മക്കളായി നമ്മള് തീർന്നത് എങ്ങനെ? ഇതെന്റെ കുഞ്ഞാണ്, എന്റെ മകനാണ്, അകത്ത് ജനിച്ച് എന്റെ ബീജത്താൽ, എന്റെ അണ്ടത്താൽ, എന്റെ വയറ്റിൽ കുഞ്ഞ് ജനിച്ച് അകത്ത് നിന്നാണ് ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ വെളിച്ചം എങ്ങനെയാണ് നമ്മുടെ അകത്തുരുവായതെന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. നമ്മൾ വായിക്കുമ്പം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതിങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. For God who said, അതായത് ഇനിയും പറയാൻ പോകുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, let there be light in the darkness. അങ്ങനെ അരുളി ചെയ്ത ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അങ്ങനെ അരുളി ചെയ്തു. ആഴത്തുമേൽ ഇരുളുണ്ടായിരുന്നു, ഇരുളുമേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. എന്നിട്ട് ദൈവം അവിടെ ഒരു വാക്ക് സംസാരിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യമാണ്. വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുൾ അവിടെ വ്യാപരിച്ചിരിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതാണ് ഈ കൊരിന്ത്യ ഇപ്പൊ ഞാൻ വായിച്ച കൊരിന്ത്യയിൽ എഴുതിയിരിക്കുന്ന ആ ഭാഗം. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, അല്ലെങ്കിൽ ആദ്യം തൊട്ട് വായിച്ചാൽ നമുക്കറിയാം. ആദ്യം ദൈവം ആകാശവും വിസൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അടുത്തത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഈ വാക്യമാണ് അപ്പോസ്തലൻ ഇവിടെ 2 കൊരിന്ത്യർ 4-ന്റെ 6-ൽ എടുത്തിരിക്കുന്ന ഉദ്ധരണി. അവിടുന്ന് അപ്പോസ്തലൻ പറയുകയാണ്, for God who said let there be light in the darkness.
ഇരുളിൽ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പ്രപഞ്ചത്തിൽ ദൈവ വാക്കുകൊണ്ട് അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായി. എന്നിട്ട് പറയുകയാണെ 2 കൊരിന്ത്യരിൽ ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗം നമ്മൾ എങ്ങനെ വെളിച്ചത്തിന്റെ മക്കളായി തീർന്നുള്ള. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. For God who said let there be light in the darkness, ആ ദൈവം ഇപ്പോൾ ഒരു കാര്യം ചെയ്തു, has made this light shine in our heart. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം എന്ത് ചെയ്യാണ്? ഈ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചം ഉണ്ടായപ്പോൾ പ്രയോജനം എന്ന് ചോദിച്ചാൽ, so we could know the glory of God that is seen in the face of Jesus Christ. യേശുവിന്റെ മുഖത്ത് വിളങ്ങിയ ദൈവത്തിന്റെ മഹത്വം, തേജസ് കാണുവാൻ തക്കവണ്ണം ഇരുളിനകത്തൊരു വെളിച്ചമുണ്ടായി. ആ ദൈവം എങ്ങനെ ഇരുളിന്മേൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചം ഉണ്ടായ പോലെ നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആ കൽപ്പനയാൽ നമ്മുടെ അകത്തേക്ക് ദൈവം വെളിച്ചത്തെ പകർന്ന് നമ്മൾ എന്ത് കണ്ടെന്നറിയാമോ? നാം കണ്ടതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവത്തിന്റെ തേജസ് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു. ഇങ്ങനെയാണ് നാം വെളിച്ചത്തിന്റെ മക്കളായി തീരുന്നത്. നമ്മൾ പുറത്തുനിന്ന് വെളിച്ചം എടുക്കുകയല്ല, ദൈവം നമ്മുടെ ഉള്ളിലേക്ക് let there be light in the darkness എന്ന് ദൈവം പറഞ്ഞപ്പോ അവിടെ വെളിച്ചം ഉണ്ടായ പോലെ നമുക്ക് നമ്മൾ പറത്തില്ലേ, ചിലർക്ക് നമുക്ക് അതിശയം തോന്നും. എന്താ ഞാൻ ഈ വചനങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചപ്പോ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ അങ്ങ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വെളിച്ചം തന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശരിക്കും എന്ത് കാണാൻ പറ്റിയെന്നറിയാമോ? ദൈവത്തിന്റെ തേജസ് എവിടെ കാണാൻ പറ്റി? യേശു ക്രിസ്തുവിന്റെ മുഖത്ത്. യേശു ക്രിസ്തുവിൽ ഞങ്ങൾ എന്ത് കണ്ടു? ദൈവത്തിന്റെ തേജസ് കണ്ടു. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇതിനെ തൊട്ടു മുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും അവിടെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം 4:4. അതെ, പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ നമുക്ക് എന്താണ് ശോഭിച്ചത്? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വെളിച്ചമാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശിപ്പിച്ചത്. അങ്ങനെയാണ് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി തീർന്നു. അല്ല, ചുമ്മാതെ വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറയുകയല്ല. നമ്മൾ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ അകത്തൊരു കുഞ്ഞുരുവാകുമ്പോ അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ പ്രക്രിയ നടന്നാണ് ഒരു കുഞ്ഞുരുവാകുന്നത്. അതുപോലെയാണ് ദൈവം. എന്താണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച പോലെ ദൈവത്തിന്റെ വചനത്താൽ ദൈവം എങ്ങനെയാണ് വെളിച്ചത്തെ ഉളവാക്കി നമ്മൾ വായിച്ച്. ആദിയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ ഇരുളിലേക്ക് നോക്കിക്കൊണ്ട് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചം ഉണ്ടായ പോലെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഇരുള് മാറിയത്. എങ്ങനെയാണെന്നറിയാമോ? പിതാവ് ആകർഷിച്ചതല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലേക്ക് പുത്രനെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആകർഷണം വന്നു, കൽപ്പന വന്നു. ഏത് കൽപ്പന? ഭൂമിയെ നോക്കി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ഇരുളിനെ നോക്കി പറഞ്ഞപ്പോൾ അവിടെ വെളിച്ചം ഉണ്ടായ പോലെ നമ്മുടെ അന്തരംഗങ്ങളിലേക്ക്, നമ്മുടെ അകത്തേക്ക് ദൈവം തന്നെ തന്റെ ആജ്ഞയാൽ ഇരുളിനെ നീക്കിയിട്ട് വെളിച്ചത്തെ എങ്ങനെ ഉദിപ്പിച്ച ചോദിച്ചാൽ, ക്രിസ്തുവിനെ കാണാൻ തക്കവണ്ണം. എങ്ങനെ കാണാൻ തക്കവണ്ണം? ദൈവത്തിന്റെ തേജസ് ക്രിസ്തുവിന്റെ മുഖത്ത് കാണുവാൻ തക്കവണ്ണം. അല്ലെങ്കിൽ ഇപ്പൊ വായിച്ച പോലെ 2 കൊരിന്ത്യർ 4:4 വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ ശോഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചമുദിച്ചു. ഒരാൾ വെളിച്ചത്തിന്റെ മകനോ മകളോ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ക്രിസ്തു യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം
ഉള്ളിൽ ശോഭിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് താഴത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ എന്നെ ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഞാനത് ഇംഗ്ലീഷ് വായിക്കാം. For God who said, let there be light in the darkness, has made this light. എവിടെ ഞങ്ങൾക്ക് വെളിച്ചം വന്നറിയാമോ? ഭൂമിയുടെ ഇരുളിനെ നോക്കി വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം എന്റെ ഹൃദയങ്ങളിലേക്ക് നോക്കി, എന്റെ ജീവിതത്തിലേക്ക് നോക്കി കൽപ്പിച്ചു, ഇവന്റെ ഉള്ളിലേക്ക് വെളിച്ചമുണ്ടാകട്ടെ. ഇവൻ ആരെ കാണട്ടെ? എന്റെ പ്രതിമയായ, എന്റെ തേജസ് ശോഭിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണട്ടെ. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുന്ന തേജസ്സുള്ള സുവിശേഷം കാണട്ടെ, കേൾക്കട്ടെ, അറിയട്ടെ. ഇങ്ങനെയാണ് നാം വെളിച്ചത്തിന്റെ മക്കളായത്. അല്ല ചുമ്മാതെ വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാ വെളിച്ചത്തിന്റെ മക്കളായെന്ന് ചോദിച്ചാൽ, ഇരുള് വ്യാപരിച്ചിരുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ, എന്താ ഇരുളിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യേശുവിനെ ദൈവത്തിന്റെ പ്രതിമയായി കാണുവാൻ കഴിയാതെ, യേശുവിനെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കുന്നത് കാണുവാൻ കഴിയാതെ കുരുടായിരുന്ന നമ്മുടെ മനസ്സ്. അവിടെ എന്തായിരുന്നു? ഭൂമി ഇരുളായിരുന്നു. ഇവിടെ എന്തുവാ? നമ്മുടെ മനസ്സ് കുരുടായിരുന്നു. ഇരുളായിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ വചനത്താൽ വെളിച്ചമുണ്ടായ പോലെ കുരുടായിരുന്ന നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വാക്ക്, വചനം പ്രകാശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ എന്ത് കണ്ടു? നമ്മുടെ ഭാവി കണ്ടോ? നമ്മുടെ നന്മകൾ കണ്ടോ? നമ്മളെ കണ്ട് വേറെന്തെങ്കിലും ദർശനങ്ങൾ കണ്ടോ? വെളിച്ചത്തിന്റെ മക്കൾ ഇവരാരുമല്ല. വെളിച്ചത്തിന്റെ മക്കൾ ആരും ചോദിച്ചാൽ, കുരുടായിരുന്ന മനസ്സിലേക്ക് ഒരു ദിവ്യ പ്രകാശം വന്നു. ആ പ്രകാശത്തിൽ എന്ത് കണ്ടു? ദൈവ പ്രതിമയായ ക്രിസ്തുവിനെ കണ്ടു. അവന്റെ മുഖത്ത് ശോഭിക്കുന്ന ദൈവ തേജസ് കണ്ടു. അത് തന്നെയാണ് സുവിശേഷം. യേശുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവ തേജസ് ഒരാൾ കണ്ടെങ്കിൽ അവരെന്ത് അറിഞ്ഞെന്നായി അർത്ഥം എന്നറിയോ? അവർ തേജസ്സുള്ള സുവിശേഷത്താൽ പ്രകാശിക്കപ്പെട്ടു. ഇങ്ങനെയാണ് നാം ദൈവ വെളിച്ചത്തിന്റെ മക്കളായി തീർന്നത്. ഈ വെളിച്ചത്തിന്റെ മക്കളോടാ പറയുന്നത്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ഭാഗം ഒന്ന് ചിന്തിച്ചായിരുന്നു. നമ്മുടെ നേരത്തെ അവസ്ഥ, ഈ ഭൂമിയെ കുറിച്ച് മുമ്പേ പറഞ്ഞില്ലേ, ഭൂമിയിൽ ഇരുളായിരുന്നു എന്ന് പറഞ്ഞ അതേ വാക്യമാണ് എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 8-9 വാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തറിയോ? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. അതേ കാര്യം ഇവിടെ ഉപയോഗിച്ചേക്കോ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. For once you were full of darkness, but now you have light from the Lord. ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് നിങ്ങളുടെ അകത്തേക്ക് വെളിച്ചം പ്രകാശിച്ചു. മുമ്പേ നിങ്ങൾ ഭൂമി പാഴും ശൂന്യമായിരുന്നു, ഇരുളായിരുന്നു. ഇരുളിന്മേൽ വെളിച്ചം പ്രകാശിച്ചത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായ പോലെ മുമ്പേ ഇരുളായിരുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചപ്പോൾ അകത്തു പ്രകാശമുണ്ടായി. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ ലോകത്തിന്റെ വെളിച്ചം നമ്മളിലേക്ക് പ്രകാശിച്ചപ്പോൾ നാം ആരായി മാറി? വെളിച്ചത്തിന്റെ മക്കളായി മാറി. എന്നിട്ടാ പറയുന്നത്, എന്നിട്ടാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിന് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നു വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായല്ലോ, മക്കളായി ജനിച്ചതിന് ശേഷം മക്കളായി നടന്നാൽ മതി. വെളിച്ചത്തിന്റെ മക്കളായി ജനിപ്പിച്ചതിന് ശേഷം പറഞ്ഞത്, സോ ലീവ് us people of light. ഇനി നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കാൻ. ഇനി അതിന്റെ പ്രത്യേകത എന്നറിയാവോ? വെളിച്ചത്തിലുള്ളവരായ ഇതിനകത്തുനിന്ന് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഫോർ ദിസ് ലൈറ്റ്, ഇവിടെ എഴുതിയിരിക്കുന്നറിയോ? ഫോർ ദിസ് ലൈറ്റ് വിത്തിൻ യു, നിങ്ങളിൽ ഇപ്പോൾ പ്രകാശിച്ചിരിക്കുന്ന ഈ ലൈറ്റ്, ഇറ്റ് പ്രൊഡ്യൂസസ് ഓൺലി വാട്ട് ഈസ് ഗുഡ് ആൻഡ് റൈറ്റ് ആൻഡ് ട്രൂ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പ്രകാശിച്ചിരിക്കുന്ന ഈ വെളിച്ചം എന്താണ് ഇനി പുറപ്പെടുവിക്കുന്നത് അറിയാമോ? എന്താണ്? നീതിയായതും സൽഗുണവും സത്യവും, ഗുഡ് റൈറ്റ് ആൻഡ് ട്രൂ. ഒരാൾ വെളിച്ചത്തിന്റെ പൈതലാവുമ്പോൾ, ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാര്യം, എപ്പോഴും മനസ്സിൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമായ യേശു
നമ്മളോട് വെളിച്ചമാകാൻ പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം നടന്നിരിക്കണം. എന്ത് നടന്നിരിക്കണം? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, നിങ്ങളുടെ മനസ്സ് കുരുടായിരുന്നു. നിങ്ങൾക്ക് ദൈവ തേജസ്, ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിച്ച ദൈവ തേജസ് കാണാൻ കഴിഞ്ഞില്ല. തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം നിങ്ങളുടെ കാതിലൂടെ ഒക്കെ നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. പക്ഷെ നിങ്ങളുടെ അകത്ത് പ്രകാശിച്ചില്ല, ശോഭിച്ചില്ല. ശോഭിക്കുന്നവർക്ക് പറയുന്ന പേരാണ് വെളിച്ചത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിന്റെ മുഖത്തെ ആ ദൈവത്തിന്റെ ഗ്ലോറി കാണുകയും അവിടെ നിന്ന് പുറപ്പെടുന്ന സത്യ സുവിശേഷത്തിന്റെ ആ വലിയ വെളിച്ചം അകത്ത് ശോഭിക്കുന്നത് ആരാണോ അവർക്ക് ലഭിക്കുന്ന പദവിയാണ് വെളിച്ചത്തിന്റെ മക്കൾ. എന്നിട്ട് പറയുകയാണ്, ഈ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വെളിച്ചം നന്മയും നീതിയും സത്യമായതേ പുറപ്പെടിരിക്കത്തുള്ളൂ. പോകാം, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുക. ഇതാണ് ഇതിന്റെ ഉറവിടാവുന്നത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും 2 കൊരിന്ത്യരില് 4-ാം അധ്യായം 6-ാം വാക്യത്തില് അപ്പോസ്തലൻ അത് എടുത്തു പറയുകയാണ്. അതെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന്. അതിനാ മുകളിൽ പറഞ്ഞത്. ഇതെങ്ങനെ സംഭവിച്ചു? മുമ്പേ കുരുടല്ലായിരുന്നോ? മുമ്പേ ഇരുളിലല്ലായിരുന്നോ? ഇത് നടക്കത്തില്ലായിരുന്നല്ലോ. അത് നടക്കത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം നടന്നു. അത് എളുപ്പം മനസ്സിലാകാനാ പറഞ്ഞത്. നിങ്ങൾ ഉൽപ്പത്തിയിലോട്ട് നോക്കിക്കേ. അതെ, ഈ ഭൂമി ഇരുളായി പാഴായി ഇരുന്നില്ലേ? ആ ഇരുളിലേക്ക് ആരുടെ ശബ്ദം കടന്നു വന്നു? ദൈവത്തിന്റെ വചനം ശബ്ദം കടന്നു വന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെളിച്ചം ഉണ്ടായ പോലെ ഇരുളടഞ്ഞ കുരുടായ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ അതെ ശോഭിക്കപ്പെടുകയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവിന്റെ സുവിശേഷവും രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ ഗുഡ് ന്യൂസ് ക്രിസ്തു തന്നെയാണ്. സുവിശേഷവും ക്രിസ്തു കൂടാതെ ഗുഡ് ന്യൂസ് ഇല്ല, ഗുഡ് ന്യൂസ് കൂടാതെ ക്രിസ്തുവില്ല. നമ്മുടെ ഉള്ളിൽ ആ വലിയ പ്രകാശമുണ്ടായി. ഗ്ലോറി ഓഫ് ഗോഡ്. എന്തായി പ്രകാശം? ദൈവത്തിന്റെ തേജസ് ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്നു. തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ ശോഭിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതല്ലേ നമുക്ക് വന്ന മാറ്റം. നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു. നമുക്ക് സുവിശേഷത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നു. യേശുവിന്റെ പരിജ്ഞാനം മനസ്സിലാക്കാൻ പറ്റുന്നു. ദൈവത്തിന്റെ പ്രതിമയായ യേശു ക്രിസ്തുവിനെ അകത്തേക്ക് സ്വീകരിക്കാൻ പറ്റി. അവനിലൂടെ സുവിശേഷം ഉൾക്കൊള്ളാൻ പറ്റി. അവന്റെ പരിജ്ഞാനത്തിൽ അവൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കപ്പെട്ടു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. അപ്പോസ്തലൻ പറയാ, ഈ അവസ്ഥയിൽ ഒരു കാര്യം നടന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം ഞങ്ങളുടെ ഉള്ളിൽ കൽപ്പിച്ചു. ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്. മറ്റുള്ളവർ നമ്മൾ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവരിപ്പോഴും ഇരുളിലായിരിക്കുന്നു, ഞങ്ങൾ വെളിച്ചത്തിലായിരിക്കുന്നു. ഇനിയും ഞങ്ങളുടെ അകത്തുള്ള വെളിച്ചത്തെ ഏതു വിധേനയും ഈ പറയപ്പെട്ട നീതിയുള്ള സൽഗുണമുള്ള സത്യമായ പ്രവൃത്തിയിലൂടെ പുറത്തു കൊണ്ടുവരണം. അപ്പൊ അകത്ത് വെളിച്ചമുള്ളവൻ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കാതെ ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകുന്ന ദൈവത്തിന് സഹിക്കാനേ പറ്റത്തില്ല. കാരണം അത്ര വലിയൊരു പ്രവൃത്തിയാണ് ദൈവം നമ്മുടെ ജീവിതത്തില് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഞാനിത് എപ്പോഴും മനസ്സിൽ നമ്മൾ ഓർത്തോണം. ഞാൻ വെളിച്ചത്തിന്റെ പൈതലാണ്, ഞാൻ പകലിന്റെ മക്കളാണ്, ഞാൻ വെളിച്ചത്തിന്റെയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഉരുവായത്? എങ്ങനെയാണ് ഉരുവായത്? ഇത് അകത്താണ് ഉരുവായത്. ഇനി അകത്തുരുവായ ഈ വെളിച്ചം നമ്മൾ നാൾ തോറും പുറത്തേക്ക് പ്രകാശിപ്പിക്കണം. പുറത്തേക്ക് സൽഗുണമായ നീതിയായ സത്യമായ ഫലത്താൽ നാം പറയണം. നമ്മുടെ അകത്തു വെളിച്ചം വസിക്കുന്നു എന്നുള്ളത് ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വെളിച്ചം തന്നത്, ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചെങ്കിലും നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന പ്രവൃത്തിയാലേ ലോകത്തിന് അറിയത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണെന്ന്. അകത്ത് പ്രകാശിച്ച ഈ ദിവ്യപ്രകാശം, ഇരുളായിരുന്നു നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഈ ദിവ്യപ്രകാശം, സുവിശേഷത്തിന്റെ ആ പ്രകാശനം നമ്മുടെ ഉള്ളിൽ ശോഭിച്ചിട്ട് ഇനിയും ജീവിതവും അകത്തു വെളിച്ചവും പുറത്ത് ഇരുട്ടും കൂടെ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് പങ്കാളികളാകുവാൻ ദൈവം നമ്മളെ ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇതുകൊണ്ട് അകത്ത് ഉത്ഭവിച്ച ഈ ദൈവപ്രവൃത്തി, അതുകൊണ്ടാണ് നമ്മളിത് പകൽ ചിന്തിച്ചപ്പോൾ പറഞ്ഞത്, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ലോകത്തിന്റെ മുമ്പിൽ തന്റെ മകനാണ് മകളാണെന്ന് വെളിപ്പെടുത്താൻ, ധരിക്കുവാൻ, അതെ ക്രിസ്തുവിനെ ധരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലേഖനങ്ങളിലെ എല്ലാ 2-ാം ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് മാത്രം കൊണ്ട് നിൽക്കും. എല്ലാവരുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്, ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടതാ, എന്റെ ഉള്ളിൽ വെളിച്ചം പണിയോ, എനിക്കത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടോ
നിങ്ങൾ പ്രായോഗികത്തിലോ? ഞങ്ങളുടെ ഉള്ളിലാണിതല്ല. അത് പറയാൻ അടക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ഈ വെളിച്ചം തന്നത്, ഈ വീണ്ടും ജന്മം തന്നത്, അതുകൊണ്ട് പറഞ്ഞ ആകെ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഈ വെളിച്ചത്തിന്റെ സൽപ്രവർത്തികൾ, സൽഫലങ്ങളെ പുറത്ത് കൊണ്ടുവരണം. ഇതിന് ഒരു സഭയ്ക്കും ഒഴിവ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രാദേശിക സഭയ്ക്കും ഒഴിവ് കൊടുക്കുന്നില്ല. മണവാട്ടിയായ സഭ മുഴുവന്റെ എല്ലാ പ്രാദേശിക സഭയായി ചിതറിക്കിടക്കുന്ന ആ ഒന്നായിരിക്കുന്ന മണവാട്ടി സഭയുടെ മുഴുവൻ ഉത്തരവാദിത്വമാണ് അകത്ത് ഉണ്ടായ വെളിച്ചത്തിന്റെ അനന്തരഫലം പ്രവർത്തിയാൽ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുക. അപ്പൊ എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. ശരിക്കും ഇരുളിൽ വ്യാപരിച്ച അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ വെളിച്ചം ഉണ്ടായ പോലെ എന്റെ ഉള്ളിൽ വ്യാപരിച്ച ഇരുളിന്റെ മേൽ ദൈവം ഉദിപ്പിച്ച വെളിച്ചത്തിനായി സ്തോത്രം. അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന് നീ എന്തോ കണ്ടു? അയ്യോ, ഞാൻ കണ്ടതെന്താന്ന് കേൾക്കണോ? ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവത്തിന്റെ തേജസ്, ദൈവ പ്രതിമയായ ക്രിസ്തുവിനെ കണ്ടു. ക്രിസ്തുവിനോട് എന്ത് കണ്ടു? എന്നെ രക്ഷിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയും അതിന് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ രക്ഷാപദ്ധതിയും എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ വെളിച്ചത്തിന്റെ മകളായി, മകനായി. ഇതാണ് ദൈവം നമുക്ക് എപ്പോഴും മാറി മാറി വെളിച്ചത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ നമുക്കൊരു അടിസ്ഥാനപരമായി ആ ചിന്തയെ ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെ ചിന്തിച്ച് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അകത്ത് വെളിച്ചം ഉദിച്ചിട്ട് മുമ്പേ ഇരുളായിരുന്നതിനെ വെളിച്ചമാക്കിയിട്ട് ഇനി ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യാൻ തക്ക പോയാൽ അത് തമ്മിൽ വളരെ വൈരുദ്ധ്യമാ. അത് വളരെ വളരെ ദോഷകരമാണ്. അത് ഒഴിഞ്ഞുപോയ കോപത്തെ വീണ്ടും വിളിച്ച് വരുത്തും, നിയമനത്തെ തന്നെ മാറ്റിമറിക്കും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, ബി സോബർ, ബി ക്ലിയർ ഹെഡഡ്, കെയർഫുള്ളി ഡിറ്റർമൈൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്, ബി കെയർഫുൾ ഹൗ യു ലിവ്. ബാക്കി കാര്യങ്ങൾ ഉള്ളിൽ കർത്താവ് ചെയ്തു. ഇനി പുറത്തുള്ള ജീവിതത്തെ ക്രിസ്തുവിൽ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ അതുകൊണ്ട് ഇനി അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിച്ചു, അതെ, ആത്മീയവർദ്ധന വരുത്തിയും പോയി. എന്നിട്ട് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഭയം കൂടാതെ തിടുക്കത്തോടെ പ്രത്യാശയോടെ. എന്താണ് പ്രത്യാശ? നല്ലത് വരും, എനിക്ക് നല്ലതേ വരും എന്ന് കേവലം ആഗ്രഹമായ ചിന്തകളല്ല. പിന്നെയോ കർത്താവ് ഭാവിയിൽ ഏറ്റവും ഉത്തമമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുമെന്നുള്ള എന്റെ ഇളക്കമില്ലാത്ത പ്രതീക്ഷയ്ക്ക് പറയുന്ന പേരാണ് പ്രത്യാശ എന്നുള്ളത്. അതിനെ ഇളക്കാൻ ആർക്കും പറ്റത്തില്ല. എപ്പം വരെ ഞാൻ പ്രത്യാശിക്കും? അത് വെളിപ്പെടുന്നത് വരെ ഞാൻ പ്രത്യാശിക്കും. അത് ഭയം കൂടാതെ മുന്നോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സ്പിരിച്വൽ വിജിലൻസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആരും ആത്മീയമായി ഉറങ്ങിപ്പോകാതെ എല്ലാവരും ആത്മീയമായി ഉണർന്നിരിക്കത്തക്ക ഒരു ജീവിതത്തിന് ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ്. ഒരു ജീവിതത്തെ നമ്മൾ വളരെ ആത്മീയ ഗൃഹത്തിന് ആ മെയിൻ്റനൻസ് ആവശ്യമാണ്. എപ്പോഴും നമ്മുടെ ആത്മീകമായ ഉണർവിനെ കുറിച്ച്, നമ്മൾ ഉണർന്നിരിക്കുന്നതിനെ കുറിച്ച്, സുബോധത്തോടായിരിക്കുന്നതിനെ കുറിച്ച്, തമ്മിൽ ബലപ്പെടുന്നതിനെ കുറിച്ച്, തമ്മിൽ ശക്തീകരിക്കുന്നതിനെ കുറിച്ച്, വിശ്വാസം മുറുകെ പിടിക്കുന്നതിനെ കുറിച്ച്, അവസാനം വരെ ആ രക്ഷയുടെ വാഗ്ദാനം മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിശ്വാസത്തോടെ മുന്നേറേണ്ട വലിയ ഉത്തരവാദിത്വം നമ്മുടെ തോളിലാണ്. ആരെങ്കിലും ചോദിക്കും, നിങ്ങൾ എന്തിനാണോ ഇത്രയും കിടന്ന് പെടാപ്പാട് പെടുന്നത്? പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവാണ് എന്നോട് ചെയ്യുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. യേശു, കർത്താവായ യേശു, നമ്മുടെ കർത്താവായ യേശു എപ്പോൾ മടങ്ങി വന്നാലും എനിക്ക് ലജ്ജിതരായി തീരാൻ, നാം ലജ്ജിതരായി തീരാൻ ഇടയാകാതെ ഉത്തമമായ ഒരു ജീവിത രീതി പിന്തുടരാൻ വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ ഈ വണ്ണം ദൈവരങ്ങളിൽ സമർപ്പിക്കുന്നത്. എന്നിട്ട് അപ്പോസ്തലൻ അതുകൊണ്ട് അവരെ ശക്തീകരിച്ചുകൊണ്ട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിൽ എല്ലാവരും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നമ്മള് ബി സോബർ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചിന്തിച്ചെന്തോ? ഡിറ്റർമൈൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്. കെയർഫുള്ളി ഡിറ്റർമൈൻ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പരിശോധിക്കണം ദൈവത്തിന് പ്രസാദമായത് എന്താ. അപ്പോസ്തലനിലൂടെ അടിവരയിട്ട് അക്കമിട്ട് പറഞ്ഞിട്ട് പറയുന്നു, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നിങ്ങൾക്ക് അറിയണോ? നിങ്ങൾക്ക് സോബറായി ജീവിക്കാനുള്ള മാർഗം ഞാൻ മുമ്പിൽ
വെച്ച് തരാം. എങ്ങനെ സോബർ ആകണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. എന്താണ് ആത്മീയ സുബോധം? ഇനി എങ്ങനെയാണ് സുബോധത്തോടെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ ദൈവത്തിന് എന്താ പ്രസാദം? ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. വളരെ അനുഗ്രഹമേറിയ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ആദ്യം പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഓണർ ദോസ് ഹു ആർ യുവർ ലീഡേഴ്സ് ഇൻ ദ ലോർഡ്സ് വർക്ക്. നിങ്ങൾ കർത്താവിന്റെ വേലയിൽ നിങ്ങളെ ലീഡ് ചെയ്യുന്നവരെ, ഭരിക്കുക എന്നുള്ള വാക്ക് ശരിക്കും നമ്മൾ യഥാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത് നയിക്കുക. നിങ്ങളെ ഭരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഭരണം എന്നുള്ള വാക്കല്ല. പിന്നെയോ നിങ്ങളെ നയിക്കുന്നവരെ, നിങ്ങളെ ലീഡ് ചെയ്യുന്നവരെ, അവരെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നവരെ, നിങ്ങളെ നയിക്കുന്നവരെ നിങ്ങൾ ബഹുമാനിക്കണം. നമ്മളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിനുള്ള ദൈവേഷ്ടമായി പറയുന്നത്. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുക. ദൈവം അങ്ങയുടെ ഇഷ്ടം എന്തൊക്കെയാ സഭയെക്കുറിച്ച്? അപ്പോസ്തലൻ പറയാ, ഞാൻ അതുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിനുള്ള ദൈവ ഇഷ്ടം? നിങ്ങളെ നടത്തുന്നവരെ, നിങ്ങളെ ലീഡ് ചെയ്യുന്നവരെ, നിങ്ങൾക്ക് ബുദ്ധിപദേശം നൽകി തരുന്നവരെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അല്ലെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ മധ്യത്തിൽ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളെ കർത്താവിൽ നയിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ ആദരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓണർ ചെയ്യണമെന്ന്. അവരുടെ പ്രവർത്തനം ഓർത്ത് അവരെ ഏറ്റവും സ്നേഹത്തോടെ അളവില്ലാതെ ആദരിക്കുക. പരസ്പരം സമാധാനത്തോടെ ജീവിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹനം കേൾക്കണോ? അലസരെ ശാസിക്കുക, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരെ ഉത്തേജിപ്പിക്കുക, ബലഹീനരെ സഹായിക്കുക, എല്ലാവരോടും ക്ഷമാപൂർവം പെരുമാറുക. നിങ്ങളിൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരസ്പരവും മറ്റുള്ളവർക്കും എപ്പോഴും നന്മ മാത്രം ചെയ്യുക. എല്ലായ്പ്പോഴും ആനന്ദിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കുക. ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാകുന്നു. ഇതിന്റെ തൊട്ടുതാഴെയും എഴുതിയിട്ടുണ്ട്, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പി, സകലവിധ ദോഷവും. ഇത് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത പാസേജാണ്. അനുസരണം മാത്രം ആവശ്യമുള്ള പാസേജാണ്. വിശദീകരണങ്ങൾ വേണ്ടാത്തതും, എന്നാൽ പ്രത്യേകിച്ച് ക്ലാസ് വേണ്ടാത്തതും, എന്നാൽ സകലവിധ എന്താണ് വലിയ സമർപ്പണവും അനുസരണവും ആവശ്യമുള്ള ഭാഗമാണ് നമ്മള് വായിച്ചു. എനിക്കിത് മനസ്സിലായില്ല. ഇത് വായിച്ചപ്പോ എങ്ങനെയാണ് ഈ ബലഹീനരെ താങ്ങേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ബലഹീനരെ താങ്ങാഞ്ഞത്. പിന്നെ എനിക്കിത് വായിച്ചപ്പോ മനസ്സിലായില്ല എങ്ങനെയാണ് എല്ലാവരോടും ദീർഘക്ഷമ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ആർക്കും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും അനുസരിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഗങ്ങളാണ് എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുയേശുവിലുള്ള ദൈവഇഷ്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്താ കർത്താവിന് പ്രസാദമുള്ളതെന്ന് പരിശോധിച്ച് അറിയുന്ന നമ്മുടെ ആത്മീക സുബോധത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ വ്യക്തമാക്കി മനസ്സിലാക്കുക. നമുക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, അറിഞ്ഞ് സ്നേഹിച്ച് ബഹുമാനിക്കണം. അവര് നിങ്ങൾക്ക് വേണ്ടി അധ്വാനം ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ആത്മീയ ഉപദേശം നൽകി തരുന്നവരാണ്. അവർക്ക് ബഹുമാനം കൊടുക്കണം. അത് ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കണം. അത് മാത്രമല്ല, പരസ്പരം സമാധാനത്തോടെ ജീവിക്കണം. അതുപോലെ നിങ്ങൾ അലസരായിരിക്കുന്നവരെ നിങ്ങൾ ശാസിക്കണം, അവരെ വാൺ ചെയ്യണം. ശാസിക്കാന്ന് പറഞ്ഞാൽ വഴക്ക് പറയാന്നുള്ള അർത്ഥമല്ല, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. അലസരെ ശാസിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ മുമ്പേ സ്പിരിച്വൽ സ്ലീപ്പിലായി പോകുന്ന, സ്പിരിച്വൽ സോബർനെസ് ഇല്ലാത്ത, ആത്മീക സുബോധം നഷ്ടപ്പെട്ട് ആത്മീയ ഉറക്കത്തിലേക്ക് പോകുന്നവരെ വാൺ ചെയ്യണം. അതാണ് എഫെസ് ലേഖനത്തിൽ വാൺ ചെയ്തിരിക്കുന്ന ഭാഗം നമുക്കറിയാമല്ലോ. എഫെസ് ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ വാൺ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് ആ വാണിങ്? എഫെസ് ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ ആ വാണിങ് അവിടെ 8-9 കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുത്തോട്ടെ. അവിടെ അത് നടക്കുന്നുണ്ട് ആ വാണിങ്.
5-ന്റെ 5-ന്റെ അങ്ങനെ പറഞ്ഞിട്ട് ആ പ്രവർത്തികളെ ഇരുട്ടി നിഷ്ഠോടത്ത് കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോൾ സകലത്തെ കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്ന എല്ലാം എന്താ പറയുന്നത്, വെളിച്ചം പോലെ തെളിവുകൾ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. അല്ലെങ്കിൽ അത് ആ ഒരു ഉദ്ധരണി എടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ എഴുന്നേൽക്ക്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് വാണിംഗ് കൊടുക്കാം. ഉറങ്ങുന്നത്. അപ്പൊ അലസ്തരായവരെ എന്ത് ചെയ്യണം? വാൺ ചെയ്യണം. അലസ്തരായവരോട് അങ്ങനെ തന്നെ തുടരാൻ സമ്മതിക്കരുത്. അലസ്തരായവരെ എന്ത് ചെയ്യണം? വാൺ ചെയ്യണം. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. ഈ പോക്ക് പോകാൻ പറ്റത്തില്ല. ഈ ആത്മീയ ഉറക്കത്തിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ എവിടാണ്? മരിച്ചവരുടെ ഇടയിൽ കിടക്കരുത്, അവിടെ എഴുന്നേൽക്ക്. നിങ്ങൾ ഉറങ്ങുന്നത് എവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ? പാപത്തിന്റെ അന്ധകാരത്തിലേക്ക് നിങ്ങൾ പോകുകയാ. അലസത എവിടെ കൊണ്ടെത്തിക്കും? അലസത ഉള്ളവരിപ്പോ എവിടെ കിടന്ന ഉറങ്ങുന്നേ? മരിച്ചവരുടെ ഇടയിൽ കിടന്ന് പാപത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് ഉറങ്ങിപ്പോ. ഉറക്കം കൊണ്ട് അവിടെ കൊണ്ട് നിർത്തും. അപ്പൊ അലസത വന്നുപോയാൽ, ആത്മീക അലസത വന്നുപോയാൽ, ആത്മീയമായി സുബോധം നഷ്ടപ്പെട്ടു പോയാൽ, അർജൻസിയും ഹോപ്പും ആ തിടുക്കവും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നോക്കുമ്പോ എവിടെ കിടന്നാ? പിന്നെ എവിടെ കാണും? മരിച്ചവരുടെ ഇടയിൽ കിടന്ന്. എന്തോ മരിച്ചവരെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥി മരിച്ചവരെന്നല്ല, പാപത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നവരായി തീരും. അതുകൊണ്ട് അലസനോട് പറയുകയാണ്, എഴുന്നേൽക്ക, അവിടുന്ന് എഴുന്നേൽക്ക്, നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്ക്, ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അതുകൊണ്ട് അലസരായവരെ നിങ്ങൾ വാൺ ചെയ്യണം, അവരെ ശാസിക്കണമെന്ന് പറഞ്ഞു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരെ നിങ്ങൾ ഉത്തേജിപ്പിക്കണം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരെ, അതായത് എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? എൻകറേജ് ദോസ് ഹു ആർ ടിമിഡ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഭയമാ, പിന്നെ ഒരു ഭീരുത്വം ഉണ്ടാവും. ഭീരുത്വം ഉണ്ടാവുന്നവരെ ഒരിക്കലും പിന്നെയും ഭീരുക്കളാക്കരുത്. ഈ ഭീരുത്വം പലരിലും ഉണ്ടായപ്പോൾ അപ്പോസ്തലൻ ശക്തമായി അവരെ എൻകറേജ് ചെയ്തു. മനസ്സിനകത്തൊരു ഭയം, ഒരു ഭീരുത്വം, എന്നെ കൊണ്ട് കാര്യത്തിൽ അധൈര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് എന്നറിയാമോ? അവരെ പേടിപ്പിക്കരുത്. അലസരെ ശാസിക്കണം, അലസരെ വാൺ ചെയ്യണം. പക്ഷെ അകത്ത് ഭീരുത്വം വന്നവരോട് എന്ത് ചെയ്യണം? അവരെ എൻകറേജ് ചെയ്യണം. പൗലോസ് തിമോത്തിയെ വല്ലാതെ എൻകറേജ് ചെയ്തു. നീ അവനെ ലജ്ജിക്കാത്ത സാക്ഷിയായി നിൽക്ക്. യേശു അതെ പീലാത്തോസിന് മുമ്പിൽ നിന്ന പോലെ നമുക്ക് നിൽക്കാം, നല്ല സാക്ഷിയായി നിൽക്കാം, നല്ല ഏറ്റുപറച്ചിലോടെ നിൽക്കാം. അധൈര്യപ്പെട്ടിരിക്കുന്നവരെ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരെ, നമ്മുടെ വേഷത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഉൾക്കരുത്തില്ലാത്തവരെ, അല്ലെ? ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്നു. ഉൾക്കരുത്തില്ലാത്തവരെ ആൾക്കാരൊക്കെ പേടിപ്പിച്ച് ഇച്ചിരങ്ങാനും മനസ്സിന് ഭയമുണ്ട്, പിന്നെ അവരുടെ അടുത്ത് ചെന്ന് ബാക്കി പേടി കൂടെ അവരുടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കും. പക്ഷെ അപ്പോസ്തലൻ പറഞ്ഞ്, നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങണം, സഹായിക്കണം. താങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ബലഹീനരെ താങ്ങുക എന്ന് പറഞ്ഞാൽ വീഴാൻ പോകുന്ന താങ്ങി ചേർത്ത് നിർത്തുന്ന കാര്യത്തെ കുറിച്ചല്ല. ബലഹീനരെ താങ്ങുക എന്ന് പറഞ്ഞാൽ സഹായിക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്ത്, ആ വീക്കായ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കും. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ. അപ്പൊ ഒരു കാര്യം സത്യമാ, തിന്മ നേരിടേണ്ടതായിട്ട്, തിന്മകൾ നമ്മൾ നേരിടേണ്ടത് ഉണ്ട്. പക്ഷെ നന്മകളാൽ ജയം വരിക്കണം. ഓർക്കുന്നോ പാട്ട്? സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിന്റെ കൊടിവ. തിന്മകൾ നമ്മൾ നേരിട്ടേ പറ്റൂ, പക്ഷെ നന്മകളാൽ ജയം വരിക്കണം. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ട് ഇരിപ്പി. എല്ലായ്പ്പോഴും നന്മ മാത്രം ചെയ്യുക, എല്ലായ്പ്പോഴും ആനന്ദിക്കുക, സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. അതായത് അതിന്റെ അർത്ഥം എന്തോ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ നന്ദിയുള്ളവരായി, നന്ദിയുള്ള ഹൃദയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഡു നോട്ട് സ്റ്റൈഫിൾ ദ ഹോളി സ്പിരിറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് ചോദിച്ചാൽ, നിങ്ങൾ
ആത്മാവിനെ അങ്ങ് നിയന്ത്രിച്ചു കളയരുത്, സ്തംഭിപ്പിച്ചു കളയരുത്, അടിച്ചമർത്തി കളയരുത്, ശ്വാസം മുട്ടിക്കരുത്. ഡു നോട്ട് സ്റ്റൈഫിൾ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ അതാണ് ആത്മാവിനെ നിങ്ങളങ്ങ് കെടുക്കരുതെന്നാ നമ്മുടെ ഇതിൽ എഴുതിയിരിക്കുന്നത്. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, പരിഹസിക്കരുത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇന്ന് രാവിലെ ചിന്തിച്ചാണ് എന്താണ് പുതിയ നിയമത്തിലെ പ്രവചനം എന്നുള്ളത്. നിങ്ങൾ അതിനെ ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ട് അകലുവീൻ. Stay away from all every kind of evil. എന്തൊക്കെ ദോഷമായ സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ അത് വിട്ടകന്നേ പറ്റത്തുള്ളൂ. അപ്പോസ്തലൻ ഫൈനൽ ഗ്രീറ്റിംഗ്സ് കൊടുക്കുക. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്നിട്ട് ആ മുഴുവനും, നിങ്ങളെ മുഴുവനും എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. എന്താണ് നമ്മളെ മുഴുവൻ എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറ് ആകട്ടെ. നമ്മൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ മുഴുവനും എന്ന് പറഞ്ഞാൽ, മേ ദ ഗോഡ് ഓഫ് പീസ് മേക്ക് യു ഹോളി ഇൻ എവരി വേ. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, മേ യുവർ ഹോൾ സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് ബോഡി ബി കെപ്റ്റ് ബ്ലെയിംലെസ് അൺടിൽ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കംസ് അഗെയിൻ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കർത്താവായ യേശു എപ്പോൾ മടങ്ങി വന്നാലും നാം ലജ്ജിതരായി തീരാതിരിപ്പാൻ ഉത്തമമായ ജീവിത രീതി നയിക്കണം. എവിടൊക്കെ അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരാത്മദേഹികളും ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ ബ്ലെയിംലെസ് ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറ് ആകട്ടെ. ഇതിനു വേണ്ടിയാ ഇത്ര അപ്പോസ്തലൻ ഇവരെ ദൈവിക ആലോചനകൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. സമാധാനത്തിന് ദൈവം നിങ്ങളെ സമ്പൂർണമായി വിശുദ്ധീകരിക്കട്ടെ. എന്താണ് ഈ സമ്പൂർണമായ വിശുദ്ധീകരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും തികച്ചും അനിന്യമായി എന്ന് വെച്ചാൽ കുറ്റമില്ലാതെ ഇരിക്കാനായി സംരക്ഷിക്കപ്പെടട്ടെ. നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് അത് സാധിപ്പിക്കും. സഹോദരങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സകല സഹോദരങ്ങൾക്ക് വിശുദ്ധ ചുംബനം നൽകി വന്ദിക്കുക. ഈ ലേഖനം എല്ലാ സഹോദരങ്ങളെയും വായിച്ച് കേൾപ്പിക്കണമെന്ന് കർത്താവിന്റെ നാമം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാണ്. ഇന്ന് രാത്രി ഈ ദൈവവചന ചിന്തകൾ നമ്മളെ ഉള്ളിൽ നൽകി തന്ന ദൈവത്തിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കാനായി നമ്മുടെ തലകളെ വണക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ച ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒന്ന് തെസ്സലോനിക്ക ലേഖനം നമ്മൾ പഠിക്കാൻ തുടങ്ങിയ ദിവസം തൊട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവിധ ഭാഗങ്ങളിലൂടെ നമ്മളോട് ഇടപെട്ട് നമുക്ക് ആവശ്യമായ ആലോചനകളെ നൽകി തന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നമ്മള് ഈ 2025 10-ാം മാസം 15-ാം തീയതിയാണ് നമ്മൾ 1 തെസ്സലോനിക്കർ പഠിക്കാൻ ആരംഭിച്ചത്. നമുക്ക് അന്ന് തൊട്ട് ഒക്ടോബർ മാസം തൊട്ട് 15-ാം തീയതി തൊട്ട് കഴിഞ്ഞ വർഷം 2025 നമ്മൾ 1 തെസ്സലോനിക്കർ പഠനം ആരംഭിച്ചത്. അന്ന് തൊട്ട് നമ്മൾ ഇന്ന് ഈ തെസ്സലോനിക്ക പഠനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ടും നമ്മുടെ ഹൃദയങ്ങളെ ദൈവന ചിന്തകൾ, ദൈവം ദാനമായി തന്ന എല്ലാ ചിന്തകളെയും 18 ചൊവ്വാഴ്ചകളിൽ നമുക്ക് ഈ പഠനങ്ങൾ നടത്താൻ ദൈവം കൃപ ചെയ്തു. 5 അധ്യായങ്ങളാണ്. ഈ അതിന്റെ ഇൻട്രൊഡക്ഷനുകളെ, അതിന്റെ പശ്ചാത്തലങ്ങളെ, അതിന്റെ ഹിസ്റ്റോറിക്കലായത്, എന്തുകൊണ്ടാണ്, എങ്ങനെ സഭ രൂപീകരിക്കപ്പെട്ടു, അപ്പോസ്തലനൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നത്, അത് കഴിഞ്ഞ് സഭ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കത്ത് എഴുതിയത്, ഈ കത്ത് എഴുതാനുള്ള കാരണം എന്താണ്, അവിടുത്തെ അവസ്ഥ എന്താണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചാണ് കഴിഞ്ഞ 18 ആഴ്ചകളിലും നമ്മൾ ഈ പുസ്തകം ചിന്തിച്ചത്, ഈ ലേഖനം ചിന്തിച്ചത്.
പ്രാർത്ഥിച്ചത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമായി. നമ്മളെ തന്നെ വിവരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഈ അവസരത്തിൽ നമുക്കൊരു ഹൃദയംഗമായ ഒരു തീരുമാനം എടുക്കാം. കർത്താവെ, നിന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റി. ഒരു പുതിയ സഭ ആരംഭിക്കുമ്പോൾ അപ്പോസ്തലൻ അനുഭവിച്ച വേദനകള്, ആരംഭിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങള്, അവിടെ നടന്ന സകല പ്രതിസന്ധികളുടെ നടുവിലും തെസ്സലോനിക്ക വിശ്വാസികൾ, അവരെ കുറിച്ച് നമ്മൾ ഒത്തിരി അഭിമാനത്തോടെ ചിന്തിച്ചു. അനുകരണീയമായ മാതൃകാ സഭയാണ് തെസ്സലോനിക്ക സഭ. അവിടുത്തെ വിശ്വാസികളുടെ ജീവിതം, അവരുടെ സഹോദര പ്രീതി, അവരുടെ ബ്രദർലി ലവ്, അവർണ്ണനീയവും അതിന് അങ്ങേയറ്റം പ്രശംസനീയവുമാണെന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചിന്തിച്ചു എന്ന് ദൈവങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. നമ്മുടെ സഭയും നമുക്ക് പ്രാർത്ഥിക്കാം. എടത്വാ ടൗൺ ചർച്ചും അങ്ങനായി തീരട്ടെ. നമ്മൾ മാത്രമല്ല, അനേക പ്രാദേശിക സഭകൾ അങ്ങനായി തീരട്ടെ. മാതൃക സഭയായി അനുകരിപ്പാൻ യോഗ്യമായ സഹോദര പ്രീതിയിൽ വളർന്നു വരുന്ന, പരസ്പരം തളർത്തിക്കളയുന്നവരല്ല, ഇടിച്ചു കളയുന്നവരല്ല, പണിതെടുക്കുന്നവരായി തീരുന്ന, തമ്മിൽ എപ്പോഴും കലഹിക്കുന്നവരല്ല, തമ്മിൽ സമാധാനത്തോടെ ഇരിക്കുന്ന, ഓരോ വിഷയം വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുന്നവരല്ല, എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കുന്ന, അതെ, നമ്മളെ നയിക്കുന്നവരെ ഒരിക്കൽ സ്നേഹിക്കുകയും പിന്നെ വെറുക്കുകയും ചെയ്യുന്നവരല്ല, ഇഷ്ടമുള്ളപ്പോൾ സ്നേഹിക്കുകയും ഇഷ്ടമില്ലാത്തപ്പോൾ മുഖം തിരിക്കുകയും ചെയ്യുന്നവരല്ല, എപ്പോഴും അവരെ ബഹുമാനിപ്പാൻ. എന്തോ ബഹുമാനം എന്ന് ഉദ്ദേശിക്കുന്നത് കൈകൂപ്പി നിൽക്കുന്നതല്ല, ബഹുമാനം ആഹാരം കൊടുക്കുന്നതല്ല, പണം കൊടുക്കുന്നതല്ല. അവിടെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ അവരെ അറിഞ്ഞ്, ഒരു വാക്കോട് ഉപയോഗിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല, അവിടെ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ അവരെ അറിഞ്ഞ് അവരെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിക്കണം. പ്രിയരെ, നിങ്ങളെ നയിക്കുന്നവരോട് നിങ്ങൾ ചോദിക്ക്, അവർക്ക് എന്താ നിങ്ങളിൽ നിന്ന് വേണ്ടെന്ന് ചോദിച്ചാൽ അവര് പറയും, ഞങ്ങളെ ഒന്ന് അറിഞ്ഞാ മതി, ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ മനസ്സിലാക്കിയിട്ട് തരുന്ന സ്നേഹമാണ് ഞങ്ങൾക്ക് ബഹുമാനമായി ഞങ്ങൾ കാണുന്നത്. ആ ബഹുമാനം നമ്മളെ ലീഡ് ചെയ്യുന്നവർക്ക് കൊടുക്കുമ്പോണ്ടല്ലോ, നമുക്ക് ആത്മീക വചനം നൽകി തരുന്നവർക്ക് അവരെ അറിയാത്തവരെ പോലെ പെരുമാറരുത്, അവരെ കണ്ടിട്ടില്ലാത്തവരെ പോലെ പെരുമാറല്ലേ. അതെ, അവരെ അറിയുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി അവരെ അറിയുക. അവരെ അറിയുമ്പോഴാണ് സ്നേഹിക്കാൻ പറ്റുന്നത്. സ്നേഹമാണ് ബഹുമാനം. അപ്പോസ്തലൻ പറയാ, എനിക്ക് തെസ്സലോനിക്ക സഭയിൽ അത് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചപ്പോൾ തിമോത്തിയോസ് തിരിച്ചു വന്നൊരു കാര്യം പറഞ്ഞു. എന്തെന്നറിയോ? അപ്പോസ്തലൻ വിഷമിക്കണ്ട, അവര് ശരിക്കും നമ്മളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാ, കൊതിയാ. അവർക്ക് സ്നേഹം ഒന്നും കുറഞ്ഞിട്ടില്ല, കഷ്ടങ്ങളാലൊന്നും അവര് ബന്ധങ്ങളെ ഉലച്ചു കളഞ്ഞിട്ടില്ല. അപ്പോസ്തലൻ ചെല്ലാത്തതുകൊണ്ട് ഒരു പിണങ്ങിയിട്ടൊന്നുമില്ല. പ്രതീക്ഷിക്കുമ്പോൾ ചെല്ലാത്തപ്പം പിണങ്ങുന്ന സ്വഭാവമൊക്കെ പലർക്കും ഉണ്ടാകും. അതൊന്നും നമ്മുടെ ദൈവമക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോസ്തലന് അവര് പ്രതീക്ഷിച്ചപ്പം ചെല്ലാൻ പറ്റിയില്ല, പക്ഷെ പിണങ്ങിയില്ല. ഇന്നിപ്പോ രാത്രി ഈ ദൈവന ചിന്തകളെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്തേ. കെയർഫുള്ളി ഡിറ്റർമൈൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്. ആൻഡ് നമ്മളെ ഒന്ന് വളരെ കെയർഫുള്ളി നമ്മളെ ഒന്ന് ശോധന കഴിച്ചേ, ഒന്ന് ജഡ്ജ് ചെയ്തേ. ഞാൻ എന്റെ ഹൃദയം എങ്ങനാ? എന്റെ പ്രതീക്ഷകൾക്ക് പങ്കുവെക്കുമ്പോൾ ഉടനെ പിണക്ക് തോന്നുന്ന ഹൃദയമാണോ? അപ്പം തന്നെ സമാധാനം നഷ്ടപ്പെടുമോ? ബന്ധങ്ങൾ ഉലയുന്ന ഒരു സ്വഭാവമാണോ എനിക്ക്? ആണെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രി ഞാനൊരു കാര്യത്തിനായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ഞാൻ അസമാധാനത്തോടെ ഇരിപ്പാനല്ല, നന്ദി കെട്ട ഇരിപ്പാനല്ല. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളെ നയിക്കുന്നവരോട് മത്സരിക്കാനല്ല, അവരെ അറിയാത്തവരെ ജീവിക്കാനല്ല. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മീയ സുബോധമുള്ളവൻ പറയും, അവൻ എന്ത് ചാടിപ്പിടിക്കുമെന്നറിയാവോ? നിലനിൽക്കുന്നതും പ്രതിഫലമുള്ളത് ചാടിപ്പിടിച്ചിട്ട് പറയും, എന്നാ ഉറപ്പായിട്ട് നോക്കൂ, ഞാൻ ഇതനുസരിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ ആത്മീയമായി സുബോധമുള്ളവനാ. ഞാൻ മരിച്ചവരിൽ കിടന്ന് ഉറങ്ങുന്നവനല്ല. അങ്ങനെ ഉറങ്ങുന്നവരോട് എന്തു പറയണം? എഴുന്നേൽക്ക്, നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നവരോടൊപ്പം നശിച്ചു പോകാനുള്ളതല്ല, അവിടുന്ന് എഴുന്നേൽക്ക്, ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അലസരെ ശാസിക്കണം, അവരെ വാൺ ചെയ്യണം. പക്ഷെ ഇന്ന് രാത്രി കേട്ടോ, ബലഹീനരെ ശാസിച്ചവരുടെ ധൈര്യം ഓൾറെഡി അവർക്ക് ഉൾക്കരുത്തില്ല. പ്രിയരെ, ഞാനൊരു കാര്യം പറയാം, വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞു വേണം സഹായങ്ങൾ കൊടുക്കാൻ. ആരെ ശാസിക്കണം, ആരെ വാൺ ചെയ്യണം, ആരെ ധൈര്യപ്പെടുത്തണം എന്നൊക്കെ അറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഉൾക്കരുത്തില്ലാത്തവരെ ചെന്ന് ശാസിച്ച് പേടിപ്പിച്ച് അവരെ തകർത്ത് കളയരുത്. നമുക്ക് മനസ്സിലായി, അവർ അലസരല്ല, പക്ഷെ അവർക്ക് ഉൾക്കരുത്തില്ല. അവര് ടിമിഡാണ്, അവർക്കൊരു ഭീരുത്വമുണ്ട്. അങ്ങനെയുള്ളവരോട് നമ്മൾ വളരെയധികം അവരെ ധൈര്യപ്പെടുത്തണം. ബലഹീനരെന്ന് തോന്നുന്ന, വീക്കാം തോന്നുന്നവരെ ചെന്നിട്ട് വാക്കുകൊണ്ട് താങ്ങാനല്ല, ജീവിതം കൊണ്ട്, ലൈഫ് കൊണ്ട്, പ്രവൃത്തി കൊണ്ട് അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. തിന്മകൾ നേരിടുമ്പോൾ
തിന്മകൾ നേരിടുമ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്യും? ആ തിന്മകളെ ഞങ്ങൾ നന്മ കൊണ്ട് നേരിടും. എനിക്ക് തിന്മ വരുമ്പോൾ ഞാൻ ആ തിന്മ കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആരാണ്? വെളിച്ചത്തിന്റെ മകനാണ്, വെളിച്ചത്തിന്റെ മകനാ. എവിടുന്നാ ഉദിച്ചത്? അകത്തു നിന്ന് ഉദിച്ച കീഴിൽ ഉദിച്ച ഈ വെളിച്ചം എന്റെ അകത്ത് പ്രകാശിക്കുന്നിടത്തോളം കാലം ഞാൻ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തിക്ക് കൂട്ടാകും. സൽഗുണവും നീതിയും സത്യമായത് പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ആയുസ്സോടെ വെച്ചിരിക്കുന്നത്. അവന്റെ വരവിൽ നമ്മളെല്ലാം കണ്ണുകളടച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്, സമർപ്പിക്കാനുള്ള സമയമാണ്. ക്രിസ്തുയേശുവിന്റെ പുനരാഗമനത്തിൽ, രണ്ടാമത്തെ വരവിൽ, മടങ്ങി വരവിൽ കർത്താവെ എപ്പോൾ വരുമെന്ന് അറിയില്ല, പക്ഷെ ഒരിക്കലും ലജ്ജിതരായി തീരാതെ ഇരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഉത്തമമായ ജീവിതം നയിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. അതിനുവേണ്ടി എത്ര ക്ഷമിക്കണേലും ക്ഷമിക്കാനുള്ള കൃപ തരണം, എത്ര സഹിക്കണേലും സഹിക്കാനുള്ള കൃപ തരണം, എത്ര നന്ദി പറഞ്ഞ് എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയോടിരിപ്പാനുള്ള കൃപ തരണം, എല്ലായ്പ്പോഴും സന്തോഷിപ്പാനുള്ള കൃപ. ഇത് അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കുമെന്നല്ല അവിടെ പറയുന്നത്, കർത്താവ് അത് സാധിപ്പിക്കുമെന്നാണ്. നിങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെ ആ മെസ്സേജ് ഒക്കെ പാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ്. നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും കുറ്റമില്ലാതായി കാക്കപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നല്ല, കർത്താവ് അത് സാധിപ്പിച്ചെടുക്കും. പ്രിയരെ, കർത്താവ് സാധിപ്പിച്ചെടുക്കും. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ആത്മാവിനെ രക്ഷിച്ചോ? ഇനിയിപ്പോ പ്രാണന്റെ കാര്യവും ശരി, അങ്ങനെയല്ല. പ്രാണനെയും ശരീരത്തിന്റെ ആത്മാവിനെ ഒരുപോലെ കുറ്റമറ്റ ബ്ലെയിംലെസ് ആക്കി നിർത്തുവാൻ, നമ്മളെ സംരക്ഷിപ്പാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.